ഈ കുട്ടിയെ നേരത്തെ തന്നെ ശല്യം ചെയ്യുന്നു എന്നൊരു പരാതി അവരുടെ ഉള്ളതാണ്, ഈ പ്രവീൺ കുമാറിനെതിരെ. അതാണ് ആ പരാതി നിലനിൽക്കുകയാണ്. കൃത്യമായിട്ട് പരിശോധിച്ച് ഒരു നടപടി എടുത്തുവരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമം ഉണ്ടാവില്ലായിരുന്നു. അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അയാളെ വിളിച്ച് സ്റ്റേഷനിൽ വിരട്ടിയൊക്കെ നിർത്തുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല. അത് ആദ്യമേ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റൊരു നാട്ടിൽ ജീവിക്കാൻ പോകുമ്പോൾ അവിടെ ശ്രദ്ധാപൂർവ്വം ജീവിക്കണം. ഇപ്പോൾ രാജ്യം നമ്മുടേതാണ്. നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ആയിട്ട് നടക്കാനുള്ള അവകാശവും ഇന്ത്യയിൽ എവിടെയും ഭൂമി വാങ്ങാനുള്ള അവകാശവും ഒക്കെ ഉണ്ട്. നേരത്തെ ഭാഷാടിസ്ഥാനത്തിൽ പക്ഷേ ഭാഷാടിസ്ഥാനത്തിലുള്ള വിഭജനം ഇപ്പോഴും അത് കൂടിച്ചേരാൻ പലർക്കും പറ്റിയിട്ടില്ല. ഒരു രാജ്യമായിട്ട് തന്നെയാണ് തമിഴ്നാടും കർണാടകവും ഒക്കെ. അവരങ്ങനെയാണ് കരുതുന്നത്. അതുകൊണ്ടാണ് കർണാടകത്തിനെതിരെ കമൽഹാസൻ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കന്നഡിഗർ അവിടെ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, കമൽഹാസനെ കുറിച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രാധാന്യം ഈ കുട്ടിയുടെ കാര്യത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് ആ കുട്ടി ആക്രമിക്കപ്പെടുകയും കൊലപാതകത്തിൽ ഇരയാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പോകുന്ന കുട്ടികൾ എന്താ പറഞ്ഞാൽ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആകണം.